ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് നമ്മുടെ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ നമ്പർ 3 ആണ്. അത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. അതിൽ തന്നെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് കൊടുക്കുന്നത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ പല സാഹചര്യങ്ങളും നടക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാഹചര്യമാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതാണ് അടുത്ത ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നതെന്നുള്ളത്. Partnership is an agreement between two or more persons called partners for sharing the profits of a business carried on by all or any of them acting for all. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ആളുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ്. ആ പാർട്ട്നേഴ്സിന്റെ എഗ്രിമെന്റ് ആണ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഷെയറിംഗ് പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ഷെയർ ചെയ്യാം. മാത്രമല്ല ഈ ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുകിൽ ഒരാൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ എല്ലാവരും കൂടിയോ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ്. എനി ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് എമൗണ്ട്സ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ എഗ്രിമെന്റിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് എവിടേക്ക് നയിക്കും? റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നയിക്കും. ഒരു പുനരാലോചന അല്ലെങ്കിൽ പുനരെഴുത്ത് അല്ലെങ്കിൽ എന്താണ് ഉള്ള ഒരു അവസ്ഥയെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു? മാറ്റി എഴുതപ്പെടുന്ന ഒരു അവസ്ഥ. അതാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നയിക്കും. എന്ത് ചേഞ്ചും, ആദ്യമുള്ള എഗ്രിമെന്റിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന എന്ത് മാറ്റങ്ങളും ഈ റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് എത്തിക്കുന്നത്. ദിസ് റിസൾട്ട് ഈസ് an end of an existing agreement and a new agreement comes into being with a changed relationship among the members of the partnership firm and or their composition. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ അത് എവിടേക്കാണ് കൊണ്ടുപോയി എത്തിക്കുന്നത്? എക്സിസ്റ്റിംഗ് എഗ്രിമെന്റിലേക്കുള്ള മാറ്റത്തിലേക്കും പുതിയ എഗ്രിമെന്റ് നിലവിൽ വരാനുമുള്ള അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. മാത്രമല്ല ഇത് എന്ത് ചെയ്യുന്നു? പാർട്ട്നേഴ്സിന്റെ അല്ലെങ്കിൽ ആ മെമ്പേഴ്സിന്റെ ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള മെമ്പേഴ്സിന്റെ റിലേഷൻഷിപ്പിന് എന്തുണ്ടാകുന്നു? പുതിയൊരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഉള്ളത് തന്നെ ഒരു ചെറിയ മാറ്റത്തോടു കൂടി കൊണ്ടുവരാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. A change in the nature of relationship among the members effected through a fresh agreement under which the existing business continues is called reconstitution. അതായത് നിലവിൽ ഇപ്പോ കണ്ടിന്യൂ ചെയ്യുന്ന എഗ്രിമെന്റിൽ മേൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം, ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ എന്നിട്ട് ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇനി ഏതൊക്കെ രീതിയിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാം? മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നാമത്തേത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. പുതിയൊരു പാർട്ട്ണർ ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ എഗ്രിമെന്റ് എല്ലാം എന്തായി? പുതിയതായി അല്ലേ? പുതിയ പാർട്ട്ണറെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എഗ്രിമെന്റ് ആണ് പ്രാബല്യത്തിൽ വരുന്നത്. അതോടുകൂടി അവിടെ എന്ത് വന്നു? റീകോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. ഇനി രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി പറയുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നിലവിലുള്ള പാർട്ട്നേഴ്സ് തന്നെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്ന് മാറ്റാൻ തീരുമാനിച്ചു എങ്കിൽ അവിടെയും എന്ത് നടക്കുന്നുണ്ട്? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കാം. അടുത്തത് എന്താണ്? റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ അഡ്മിഷൻ പോലെ തന്നെ നിലവിലുള്ള ഒരു പാർട്ട്ണർക്ക് വിട്ടുപോവാം ഓർഗനൈസേഷൻ. അതാണ് എന്ത് പറയുന്നത്? റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. മരണം സംഭവിക്കുക. ഒരു പാർട്ട്ണർക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നു? എഗ്രിമെന്റിൽ മാറ്റം വരുന്നു. ഈ എഗ്രിമെന്റിലെ മാറ്റം എന്ന് പറയുന്നത് എവിടേക്കാണ് എത്തിക്കുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് എത്തിക്കുന്നത്. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. എ ന്യൂ പാർട്ട്ണർ മേ ബി അഡ്മിറ്റഡ് വെൻ ദി ഫേം നീഡ്സ് അഡീഷണൽ ക്യാപിറ്റൽ ഓർ മാനേജീരിയൽ ഹെൽപ്പ്. ഒരു പുതിയ പാർട്ട്ണറെ നമ്മൾ സ്വാഭാവികമായിട്ടും അഡ്മിറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓർഗനൈസേഷന് കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ മാനേജീരിയൽ ലെവലിൽ എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ അല്ലേ? നമ്മൾ പുതിയൊരാളെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ഒന്നുകിൽ പൈസ കൂടുതലായിട്ട് ആവശ്യം വരും. അതായത് ഫേം നടത്തിക്കൊണ്ട് പോകാൻ കൂടുതൽ ക്യാപിറ്റൽ ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷൻ. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മാനേജീരിയൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഹെൽപ്പ് ചെയ്യാനുള്ള കയ്യിൽ നിന്ന് വേണം എന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെയാണ് സാധാരണ അഡ്മിഷൻ നടക്കാറുള്ളത്.
Then, according to the provisions of Partnership Act 1932, a new partner can be admitted only when the existing partners unanimously agree for it. എന്താ പറഞ്ഞിരിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ആക്ടിലെ ആക്ട് ഓഫ് 1932 അനുസരിച്ച് ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എല്ലാവരും തന്നെ ഒരുമിച്ച് അത് എഗ്രി ചെയ്യണം, സ്വമേധയാ അത് എഗ്രി ചെയ്യണം. അല്ലാതെ ആരും കമ്പൽ ചെയ്യല്ല, അവനവന് തോന്നിയിട്ട് തന്നെ അത് എഗ്രി ചെയ്താൽ മാത്രമേ പുതിയൊരു പാർട്ട്ണറെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓർഗനൈസേഷനിലേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താ പറഞ്ഞത്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Sometimes partners of an existing firm may decide to change their existing profit sharing ratio. ചില സമയത്ത് പാർട്ട്നേഴ്സ് അവർ ഡിസൈഡ് ചെയ്യും അവരുടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറ്റാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വരാനൊക്കെ ഉള്ള ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ദി ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മേ ലീഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് പാർട്ട്നേഴ്സ് ഷെയർ ഇൻ ദി ഫേം. അതെന്തുണ്ടാക്കും? ആ ഒരു പാർട്ട്ണറുടെ ഷെയറിൽ ഒന്നുകിൽ കൂടും അല്ലെങ്കിൽ കുറയും എന്ന് സാധ്യതയുണ്ട് ഈ എന്താണ് ഷെയർ ചേഞ്ച് ചെയ്യുമ്പോൾ. ദിസ് റിസൾട്ട് ഇൻ എ ചേഞ്ച് ഇൻ ദി എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് ലീഡിങ് ടു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഫേം. ഇതും റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് നയിക്കുക. ഇപ്പൊ സപ്പോസ് ഓർഗനൈസേഷൻ തുടങ്ങുന്ന സമയത്ത് ഒരാൾക്ക് അയാൾ പറയാണ് അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യണില്ല എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് അയാളെ അത്രയും അത്യാവശ്യം ഉണ്ടായിരുന്നു, നമ്മൾ കമ്പൽ ചെയ്ത് അയാളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ അയാൾ പറയുന്ന ചില ടേംസ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എഗ്രി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാൾ പറയാണ് എനിക്ക് കൂടുതൽ ഈക്വൽ ഷെയർ പറ്റില്ല, എനിക്ക് കൂടുതൽ ഷെയർ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ 1:1 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് 2 പോർഷൻ കൊടുത്ത് നമ്മൾ 1 പോർഷൻ എടുക്കാം. അപ്പോൾ 2:1 ഡിവൈഡ് ചെയ്യാം എന്ന് തീരുമാനിച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഓർഗനൈസേഷൻ നല്ല ഗുഡ് വില്ലോട് കൂടി അത്യാവശ്യം നല്ല പ്രോഫിറ്റോട് കൂടി പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇയാളെ ഇപ്പൊ നമുക്ക് വലിയ അത്യാവശ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ആവശ്യപ്പെടാം? ഈ 2:1 എന്നുള്ള റേഷ്യോ മാറ്റണം, 1:1 ആക്കണം എന്ന് ചിലപ്പോൾ ഈ 1 പോർഷൻ 1/3 വാങ്ങിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാം. അയാൾ അങ്ങനെ പറഞ്ഞ് നിർബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റിയേ പറ്റുള്ളൂ. അപ്പൊ റേഷ്യോ 1:1 ആക്കി എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ 2:1 2 എന്ന് പറയുന്നത് വാങ്ങിച്ചിരുന്ന ആള് ഇപ്പൊ എക്കാണ് 2 പോർഷൻ കിട്ടിയിരുന്നതെങ്കിൽ അയാൾക്ക് എന്താണ് പ്രോഫിറ്റ് കുറയും. അതേസമയം ബി എന്ന് പറയുന്ന ആൾക്കാണ് 2:1 രണ്ടാമത്തെ പൊസിഷൻ കിട്ടിയിരുന്നതെങ്കിൽ 1/3 കിട്ടിയിരുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ച് എന്താണ് കൂടും അല്ലെ, 1/2 ആയിട്ട് അയാളുടെ പോർഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് എന്തുണ്ടാവും, അയാളുടെ പ്രോഫിറ്റിന്റെ ഷെയറിൽ ഇൻക്രീസ് വരാം, ചിലപ്പോൾ അതിൽ എന്ത് വരാം, ഡിക്രീസും വരാം. എന്തായാലും റേഷ്യോ ചേഞ്ച് ആവുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് എഗ്രിമെന്റ് പ്രകാരം 2:1 ആണ് റേഷ്യോ. പക്ഷെ പുതിയ എഗ്രിമെന്റിലേക്ക് പോകുമ്പോൾ 1:1 ആയി റേഷ്യോ മാറുകയാണ്. അപ്പൊ ആ എഗ്രിമെന്റ് പുതിയതായി മാറി. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ഇറ്റ് മീൻസ് വിഡ്രോവൽ ബൈ എ പാർട്ട്ണർ ഫ്രം ദി ബിസിനസ് ഓഫ് എ ഫേം വിച്ച് മേ ബി ഡ്യൂ ടു ഹിസ് ബാഡ് ഹെൽത്ത്, ഓൾഡ് ഏജ് ഓർ ചേഞ്ച് ഇൻ ബിസിനസ് ഇൻട്രസ്റ്റ്. ചില സമയത്ത് ഒരു പാർട്ട്ണർ നമ്മളെ വിട്ടു പോവാം, പല കാരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ അയാൾക്ക് ആരോഗ്യം വളരെ മോശമായി, എന്തെങ്കിലും ഭയങ്കര അസുഖങ്ങളൊക്കെ വന്ന് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ അയാൾ വിട്ടു പോവാണെന്ന് പറയാം. അല്ലെങ്കിൽ ഒരുപാട് ഏജ് ആയി, ഇനി എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അയാൾക്ക് വിട്ടു പോവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഈ ചെയ്യുന്ന ബിസിനസ്സിനോട് താല്പര്യമില്ല, വേറൊരു ടൈപ്പ് ബിസിനസ്സിലേക്ക് കടക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിലും വിട്ടുപോകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരാൾ റിട്ടയർ ചെയ്യാം, ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകാം. In fact, a partner can retire anytime if the partnership is at will. അതായത് എന്താണ്, ഏത് സമയത്ത് വേണമെങ്കിലും ഇയാൾക്ക് ഈ പാർട്ട്ണർഷിപ്പിൽ നിന്ന് വിട്ടുപോകാം. ഇഫ് ദി പാർട്ട്ണർഷിപ്പ് ഈസ് അറ്റ് വിൽ. ഇതൊക്കെ പാർട്ട്ണർഷിപ്പിന്റെ ഡിഫറെന്റ് ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാകും. പാർട്ട്നേഴ്സ് സ്വമേധയാ യോജിച്ച് ആണ് ഒരു പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിൽ ആ പാർട്ട്നേഴ്സിന് വിട്ടുപോകാവുന്നതേ ഉള്ളൂ. അതല്ല ഏതെങ്കിലും പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇടയിൽ വിട്ടുപോകുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. ആ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റിട്ടയർ ചെയ്യാൻ പാടുള്ളൂ. Then this result in reconstitution of a firm now having only 2 partners. എന്താണ് പറയുന്നത്? അപ്പോ 2 പാർട്ട്നേഴ്സ് ആണ് അവിടെ നിലനിൽക്കുന്നുള്ളൂവെങ്കിൽ എന്തായിരിക്കും? അപ്പൊ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരാൾ വിട്ടുപോയി എങ്കിൽ അവിടെ എന്തായിട്ട് മാറും? 2 പാർട്ട്നേഴ്സ് ആയിട്ട് മാറും. അപ്പൊ അതും സ്വാഭാവികമായിട്ടും എവിടേക്ക് എത്തിക്കും? റീകോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിക്കും. ഓക്കെ,
അടുത്തത് പറയുന്നത് എന്താണ്? ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. Partnership may also stand reconstituted on death of a partner if the remaining partners decide to continue the business of a firm as usual. ഇത് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം ഉണ്ട്. അതേസമയം ഡെത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ തടഞ്ഞു നിർത്താനും സാധിക്കില്ല. ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഫുൾ വയലേറ്റഡ് ആയി അല്ലേ? ദെൻ റിമൈനിങ് പാർട്ട്ണർ, ഇപ്പൊ 3 പാർട്ട്നേഴ്സ് ഉണ്ട്, എ ബി ആൻഡ് സി. സിക്കാണ് ഡെത്ത് സംഭവിക്കുന്നതെങ്കിൽ എയ്ക്കും ബിക്കും വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഓർഗനൈസേഷൻ. അപ്പൊ അതെന്തായി? പുതിയൊരു ഓർഗനൈസേഷൻ ആയിട്ട് മാറി. എയ്ക്കും ബിക്കും മാത്രമുള്ള ടേംസ് ആണ് പിന്നീട് അവിടെ ഉണ്ടാകുക. അതുകൊണ്ട് ആ സാഹചര്യത്തിലും എന്ത് നടത്തുന്നുണ്ട്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. റീകോൺസ്റ്റിറ്റ്യൂഷൻ വരാനുള്ള കാരണങ്ങൾ: ഒന്ന് അഡ്മിഷൻ, രണ്ടാമത്തത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരുന്ന ചേഞ്ച്, മൂന്നാമത്തത് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, നാലാമത്തത് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ദെൻ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഇതാണ് നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ അഡ്മിഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത്. A new partner can be admitted with the consent of all the existing partners. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണിത്. മറ്റുള്ള എല്ലാ പാർട്ട്നേഴ്സിന്റെയും സമ്മതത്തോടു കൂടി പുതിയൊരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് അഡ്മിഷൻ എന്നുള്ളത്. യൂഷ്വലി എ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് വെൻ ദി ഫേം നീഡ്സ് അഡീഷണൽ ക്യാപിറ്റൽ ഓർ മാനേജീരിയൽ ഹെൽപ്പ് ഓർ ബോത്ത്. സാധാരണയായിട്ട് പുതിയൊരു പാർട്ട്ണറെ നമ്മൾ എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്യുന്നത്? ഒന്നുകിൽ നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ നീഡ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, മാനേജീരിയൽ ഹെൽപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആവശ്യമായിട്ട് വരുമ്പോൾ. ഇനി പുതിയ പാർട്ട്ണർക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണുള്ളത്? 2 റൈറ്റ്സ് ആണ് മെയിൻ ആയിട്ടും പറയുന്നത്. ഒന്നാമത്തേത് റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി ഫേം. കമ്പനിയുടെ അസറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്. ഈ റൈറ്റ് അയാൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ടു ഗെറ്റ് ദിസ് റൈറ്റ് ഹി ഹാസ് ടു ബ്രിങ് ക്യാപിറ്റൽ. അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ മാത്രമേ അയാൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ റൈറ്റ് കിട്ടുള്ളൂ. ആ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് എങ്ങനെ വേണമെങ്കിൽ ആവാം. എങ്ങനെയായിരിക്കാം? അസറ്റ് ആയിട്ട് കൊണ്ടുവരാം, അതേപോലെ തന്നെ പണമായിട്ട് കൊണ്ടുവരാം. എങ്ങനെ വേണമെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് അയാൾക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും? ഓർഗനൈസേഷന്റെ അസറ്റ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അയാൾക്ക് കിട്ടും. അത് പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ പ്ലാന്റ് ആവാം, മെഷീനറി ആവാം. എന്തും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അയാൾക്ക് കിട്ടും. എപ്പോ? അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ് എങ്കിൽ. രണ്ടാമത്തെ റൈറ്റ് ആണ് എന്ത്? റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം. ഭാവിയിലെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്. അതെങ്ങനെയാണ് അയാൾക്ക് കിട്ടുന്നത്? ടു ഗെറ്റ് ദിസ് റൈറ്റ് ഹി ഹാസ് ടു ബ്രിങ് ഗുഡ് വിൽ ഓർ പ്രീമിയം. ഈ വാക്ക് പുതിയതാണ് നമുക്ക്, അല്ലെ? ഗുഡ് വിൽ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ? സൽപ്പേര് എന്നാണ് അതിന്റെ കറക്റ്റ് മലയാളം. സൽപ്പേര് ഇങ്ങനെയാണ് ഒരാൾ കൊണ്ടുവരിക? സാധിക്കുമോ? സൽപ്പേര്, ഗുഡ് വിൽ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഗുഡ് വില്ലിന് നമ്മളൊരു വാല്യൂ കാണും. നമുക്കറിയാം, ഇൻ അക്കൗണ്ടിങ് സെൻസ് എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെ? ഇവിടെ ഗുഡ് വില്ലിന് നമ്മളൊരു വാല്യൂ ഇടുകയാണ് ചെയ്യുന്നത്. ഒരു മോണിറ്ററി ടേംസിൽ ഒരു എമൗണ്ട് നമ്മൾ അതിന് കണക്കാക്കുന്നു. ആ ഗുഡ് വില്ലിന്റെ ആ കണക്കാക്കിയ എമൗണ്ടിന്റെ ഷെയർ അയാൾ കൊണ്ടുവരണം. അപ്പൊ ക്യാപിറ്റൽ മാത്രം പുതിയ പാർട്ട്ണർ കൊണ്ടുവന്നാൽ പോരാ, എന്തുകൂടി കൊണ്ടുവരണം? ഗുഡ് വില്ല് കൂടി കൊണ്ടുവരണം. അതിന് പറയുന്ന വാക്കാണ് എന്ത്? പ്രീമിയം. പ്രീമിയം നമ്മൾ ഈ പോളിസി, ഇൻഷുറൻസ് പോളിസി ഒക്കെ റിലേറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടാവും, അല്ലെ? ഇവിടെ പാർട്ട്ണർഷിപ്പിൽ പ്രീമിയം എന്ന് പറയുന്നത് എന്തിനെയാണ്? ഗുഡ് വില്ലിനെയാണ്. ആ ഗുഡ് വില്ല് അയാൾ കൊണ്ടുവന്നിട്ട്, ഗുഡ് വില്ലിന്റെ ഷെയർ അയാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേമും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ 2 റൈറ്റ്സ് ആണ് പുതിയതായിട്ട് ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഒരു പാർട്ട്ണർക്ക് ഉള്ളത്. റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി ഫേം, ദെൻ റൈറ്റ് ടു ഷെയർ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദി ഫേം. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? നമുക്ക് അഡ്മിഷൻ സമയത്ത് വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ് വിശദമായിട്ട് പറയുന്നത്. ഒന്നാമത്തത് എന്താണ്? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ ഒരാളെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? പുതിയൊരു റേഷ്യോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എയും ബിയും മാത്രമുള്ള ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ 1:1 അവിടെ ഡിവൈഡ് ചെയ്തിരുന്നതെങ്കിൽ സി എന്ന് പറയുന്ന ഒരാളെ പുറത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്താൽ ആ റേഷ്യോ മൊത്തം ചേഞ്ച് ആവും. പിന്നെ 1:1 പോരാ, സിക്കും കൊടുക്കണ്ടേ ഷെയർ? അപ്പൊ ഈക്വൽ തന്നെയാണെങ്കിൽ 1:1 ആയി. അപ്പൊ 1/2 1/2 കിട്ടിയിരുന്നത് 1/3 1/3 1/3 എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാകുന്നു. അതാണ് ഒന്നാമത്തെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. രണ്ടാമത്തേത് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ്? എന്തെങ്കിലുമൊക്കെ നമ്മൾ ത്യജിക്കുക, ത്യാഗം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അതായത് പുതിയൊരു പാർട്ട്ണർ, ഇപ്പം ഓൾറെഡി ഉണ്ടായിരുന്ന രണ്ട് പാർട്ട്നേഴ്സ് എ ബി എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സിന് അവരെ പ്രോഫിറ്റ് ഷെയർ ചെയ്തപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ഷെയർ ആണ്, 1:1 ആണ് ഷെയർ ചെയ്തപ്പോൾ എക്ക് 50,000 കിട്ടി, ബിക്കും 50,000 കിട്ടി എന്ന് വിചാരിക്കും. അങ്ങനെ ഈക്വൽ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സി എ കൂടി ഷെയർ ചെയ്യുമ്പോൾ ഇനി 1/2 പോരാ, എത്രയാക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം, 1/3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പോൾ ഒരു 33,000 ഒക്കെയാണ് ആർക്ക് കിട്ടുള്ളൂ, എക്ക് കിട്ടുള്ളൂ. ബിക്കും അത്ര തന്നെ കിട്ടുള്ളൂ. അപ്പൊ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 17,000 റുപ്പീസ് അവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, സിക്ക് വേണ്ടിയാണ് സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെ. ആ റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, സാക്രിഫൈസിങ് റേഷ്യോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്ത എന്താണ്, വാല്യുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ് വിൽ. നമ്മൾ നേരത്തെ ഇപ്പോൾ ഗുഡ് വില്ലിന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഗുഡ് വില്ല് കൊണ്ടുവരും, പ്രീമിയം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ആ ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സ് എടുക്കുകയും ചെയ്യും. അപ്പൊ എന്താണ് പറയുന്നത്, ഇവിടെ വാല്യുവേഷൻ അല്ലെങ്കിൽ ആ ഗുഡ് വില്ലിന്റെ മോണിറ്ററി എമൗണ്ട് എത്രയുണ്ടെന്ന് കണക്കാക്കിയല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം അത് എന്ത് ചെയ്യണം, വാല്യുവേഷൻ ചെയ്യണം. ഇയാൾ കൊണ്ടുവരുന്ന ഗുഡ് വില്ല് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളും ട്രീറ്റ്മെന്റ്സും കൂടി ഉണ്ട്. ഇനി എന്താണ്, റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യും, എപ്പോഴൊക്കെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുമ്പോഴെല്ലാം അസറ്റിന്റെയും ലയബിലിറ്റിന്റെയും ഇപ്പോഴുള്ള വാല്യൂവിൽ മാറിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ആ മാറ്റങ്ങളെല്ലാം നമ്മൾ അക്കൗണ്ട്സിലേക്ക് ഉൾക്കൊള്ളിക്കും. അസറ്റിന്റെ റീവാലുവേഷൻ നടത്തും, ലയബിലിറ്റീസ് എല്ലാം റീഅസസ് ചെയ്യും, ശരിയാണോ ഇങ്ങനെ തന്നെയാണോ അതോ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. അതാണ് റീവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്. അതായത് റിസർവ് ആക്കി വെച്ചിട്ടുള്ള പ്രോഫിറ്റ് അവർ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. കാരണം എയും ബിയും കൂടി അവരുടെ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ മാറ്റിയെടുത്ത് വെച്ചിട്ടാണ് ഈ റിസർവ് ഉണ്ടാക്കിയിരിക്കുന്നത്. സി വരുമ്പോ ഭാവിയിൽ അത് സിക്കും കൂടി അവകാശമാവില്ലേ. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എയും ബിയും സിയെ അഡ്മിറ്റ് ചെയ്യണേക്കാൾ മുന്നേ തന്നെ എന്ത് ചെയ്യും, ഈ റിസർവ് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. ആ ഡിസ്ട്രിബ്യൂഷനും എന്താണ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്, അതും കൂടെ വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ എന്താണ്, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ്. എന്ത് നടക്കണം, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അല്ലെ, എ സി അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് പാർട്ട്നേഴ്സിന്റെയും ക്യാപിറ്റലിലും എന്ത് വരും, ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ്സും കൂടി കൺസിഡർ ചെയ്യണം. ഇത്രയും അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ് അഡ്മിഷൻ ടൈമിൽ പ്രധാനമായിട്ടും ഓർഗനൈസേഷനിൽ സംഭവിക്കുന്നത്. ഈ ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് പഠിക്കാനാണ് ഈ ചാപ്റ്റർ നമുക്ക് നമ്മുടെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം പഠിച്ചു പോകണം, എല്ലാം അത്യാവശ്യമാണ്. ഇതൊക്കെ തന്നെയാണ് എല്ലാ ചാപ്റ്റേഴ്സിലും വരുന്നത്. ഇവിടെ നിങ്ങൾ എപ്പോഴും കണ്ട് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് വാക്കുകൾ ഇനി എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്നേഴ്സും ആണ്. ഓൾഡ് പാർട്ട്നർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സിനെയാണ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എയും ബിയും കൂടി ഒരു ഓർഗനൈസേഷൻ തുടങ്ങി, സിയെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ എക്കും ബിക്കും പറയുന്ന പേരാണ് എന്ത്, ഓൾഡ് പാർട്ട്നേഴ്സ്. സി പുതിയ പാർട്ട്ണർ ആണ്, അയാൾ നമുക്ക് പറയുന്ന പേരാണ് എന്ത്, ന്യൂ പാർട്ട്ണർ. ഇത് എപ്പോഴും മനസ്സിലുണ്ടാവണം, ക്വസ്റ്റ്യനിലെല്ലാം ഇനി ഈ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഈ ഭാഗത്തു നിന്നുള്ള തിയറി. ഇനി നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം.